ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹാവ് എ വണ്ടർഫുൾ ട്യൂസ്ഡേ. എൻ്റെ പേര് നാരായൺ പോറ്റി എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ഐ എം ഓൾസോ എ കോർപ്പറേറ്റ് ട്രെയിനർ. ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും കാലത്ത് 5:50 തൊട്ട് 6:50 വരെ ഒരു പുനർജനി എന്ന് പറഞ്ഞൊരു നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്. ഈ പുനർജനിയിൽ ദർ ഇസ് എൻ എക്സസൈസ് പ്രോഗ്രാം. അവിടെ മൈൻഡ് ടിപ്സ് ഉണ്ട്, ഹെൽത്ത് ടിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. കാലത്ത് 5:50 AM ടു 6:50 AM, അല്ലെങ്കിൽ മാക്സിമം 7 AM. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. എൻ്റെ നമ്പർ 9349146805. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആസ് ഇറ്റ് ഈസ് മൈൻഡ് പവർ എടുക്കുന്നത് ഞാനാണ് ഫോർ ദി ടൈം ബീയിങ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ബുക്ക് യു ക്യാൻ വിൻ ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏതായാലും ഞാനത് മൈൻഡ് പവർ ടിപ്പ് പറയുകയാണ്, അപ്പോൾ വൈ കോണ്ട് ഐ ജസ്റ്റ് ടോക്ക് ടു ഹെൽപ്പ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻ ദിസ് ബുക്ക്. യു ക്യാൻ വിൻ എന്ന് വെച്ചാൽ ഈ യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ബുക്കാണ്. അത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ശിവിക്കേര എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയേക്കുന്ന പുസ്തകമാണത്. അതിലേറ്റവും അവരുടെ ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. അതായത് വിജയിക്കുന്നവർ നമ്മൾ ചെയ്യുന്ന വേറെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു സ്ലോഗൻ. ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ 2-3 സ്റ്റോറീസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി അതിൻ്റെ ഒരു ഉത്സവ സ്ഥലത്ത് പോവാണ്. അപ്പോൾ ഈ ഉത്സവ സ്ഥലത്ത് പോകുമ്പോൾ ഈ ബലൂണും PP ഒക്കെ വിൽക്കുന്ന ആളുണ്ടല്ലോ, അയാൾ വന്നിട്ട് വേഗം തന്നെ ബലൂൺസൊക്കെ വിറ്റുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ക്രൗഡ് കുറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇടയ്ക്ക് ഒരു ബലൂൺ എടുത്തിട്ട് അതിനകത്ത് ഹീലിയം കയറ്റി കഴിഞ്ഞാൽ അത് വിടുമ്പോൾ അത് മുകളിലേക്ക് പോകും. ഇത് കാണുമ്പോൾ ബാക്കി കുട്ടികളെല്ലാവരും ഓടി വരും. പിന്നെ അവരുടെ ചില്ലറ പൈസ കൊടുത്ത് ദേ വിൽ സ്റ്റാർട്ട് പർച്ചേസിങ് ദി ബലൂൺ. അപ്പോൾ ഇത് കൗതുകത്തോടുകൂടി ഒരു കുട്ടി നോക്കിയിരുന്നു. ആ കുട്ടി ബലൂൺകാരോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്ന ബലൂൺ മുകളിലേക്ക് പോകുന്നില്ലല്ലോ, നിങ്ങളെ കറുത്ത ബലൂൺ വിട്ടപ്പോൾ മുകളിലേക്ക് പോയല്ലോ, അപ്പോൾ എനിക്ക് കറുത്ത ബലൂൺ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ആ ബലൂൺ വിൽക്കുന്ന ആൾ പറഞ്ഞു, മോനെ, ഇറ്റ് ഈസ് നോട്ട് ദി കളർ ഓഫ് ദി ബലൂൺ. ബലൂണിൻ്റെ കളറല്ല ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് ഇൻസൈഡ് ദ ബലൂൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ബലൂണിനകത്ത് എന്താണെന്ന് നശിച്ചിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഉള്ളിലെന്താണ്, ഉള്ളിൽ സാധാരണ എയറാണോ അതോ ഹീലിയം ആണോ അല്ലെങ്കിൽ നൈട്രജൻ ആണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു ഹ്യൂമൻ ബീയിങ് ഓൾസോ. നമ്മുടെ ഉള്ളിൽ എന്താണ്, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇനി എന്താണ് ആറ്റിറ്റ്യൂഡ്? എത്ര ടൈപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്? ദർ ആർ 2 ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതിന്, സംഭവിക്കുന്ന എല്ലാം നല്ലതിന്. ഇപ്പം പണ്ട് പറയില്ലേ, നമ്മുടെ നെറ്റിയുമ്പോൾ ഒരു മുറിവ് ഒരു കല്ല് കൊണ്ടാൽ പറയും, അയ്യോ അത് കണ്ണുമ്മ കൊള്ളാഞ്ഞ് ഭാഗ്യം. അല്ലെങ്കിൽ എൻ്റെ വീടുകളിലൊക്കെ സാധാരണ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കാം, അത്രയല്ലേ പറ്റുള്ളൂ, സാരമില്ല, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനെയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് കാണാം. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ചായ 1/2 ഗ്ലാസ് ചായ ഒരു സദസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകൾ 1/2 ഗ്ലാസ് ചായ എടുത്തിട്ട് പറയും, ആഹാ 1/2 ഗ്ലാസ് ചായ കിട്ടി, സന്തോഷമായി. വേറെ ചില ആളുകൾ പറയും, 1/2 ഗ്ലാസ് ചായയേ ഉള്ളൂ, അവന് ഫുൾ ഗ്ലാസ് തന്നൂടെ, എന്ത് പറയാനാ. അതായത് എല്ലാത്തിലും നെഗറ്റീവ് കാണാം. വേറെ അതേമാതിരി തന്നെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരാൾ ഭയങ്കര കണ്ണു വയ്ക്കില്ല, എന്ത് കണ്ടാലും കണ്ണു വയ്ക്കും. അയ്യോ ഇത് എന്താ ഇത്,
അവൻ കണ്ണു വെച്ചാൽ വിറ്റ് 2 ദിവസം തന്നെ ഗ്യാസ് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്കൊരു ബുദ്ധി തോന്നി. അയാളുടെ ആ വർഷത്തെ അയാളുടെ വയലിൽ നെല്ലൊക്കെ നെല്ലിനേക്കാളും കൂടുതൽ പതിരാണ്. അപ്പോൾ നെല്ലിനേക്കാളും കൂടുതൽ പുല്ലുകളാണ്. അപ്പോൾ അയാൾ വിചാരിച്ചു ഈ വിദ്വാനെ കൊണ്ടുപോയിട്ട് അവിടെ കണ്ണു വെപ്പിക്കാം. കണ്ണു വെപ്പിച്ച് കഴിയുമ്പോൾ ഇയാൾ പറയുമല്ലോ, അയ്യോ ഇവിടെ മുഴുവൻ പുല്ലാണല്ലോ എന്ന് പറയുമല്ലോ. അപ്പോൾ പുല്ലെല്ലാം കരിഞ്ഞു വെക്കോടെന്ന് വെച്ചിട്ട് ഇയാൾ അതിബുദ്ധിമാനായിട്ട് ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ ആ ചേട്ടനെ കൂട്ടി പറമ്പിൽ പോയി, പാടത്ത് പോയി. പാടത്ത് പോയിട്ട് വലിയ വയലാണ്, അതെല്ലാം കണ്ടപ്പോൾ മുഴുവൻ പുല്ലാണ്. അതിനിടയിൽ ഓരോ നെല്ലുമണി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ, ഇത്രയും പുല്ലാണെങ്കിൽ എന്താ, അതിനിടയിൽ ഓരോ നെല്ല് നിൽക്കണല്ലേ, എന്തൊരു സൂപ്പറാ. അതായത് എവിടെ ആയാലും ദോഷൈക നിൽക്കുന്ന പറയും, എവിടെ ആയാലും നെഗറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നുതൊട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ യു ക്യാൻ വിൻ ബുക്കിനെ കുറിച്ച് ഒരു സെഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. താല്പര്യമുള്ളവർ കേട്ടാൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഡെഫിനറ്റായിട്ട് ഉപകാരം ഉണ്ടാകും. അതിന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് TQP. എന്താണ് TQP എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ എന്ന് പറഞ്ഞാൽ? ഒരാളുകളുടെ ക്യാരക്ടർ, ഇൻറ്റഗ്രിറ്റി, ഗുഡ് വാല്യൂസ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ എന്ന് പറയുന്നത്. നല്ല ക്യാരക്ടറായിരിക്കണം. ഇൻറ്റഗ്രിറ്റി എന്താ? സേ വാട്ട് യു ഡു വാട്ട് യു സേ. വൈകുന്നേരം വരെ മദ്യത്തിന് ഇതിനായിട്ട് ക്ലാസ് എടുത്തിട്ട് വൈകുന്നേരം പോയി സ്മോൾ അടിക്കരുത്. ദെൻ ഗുഡ് വാല്യൂസ്, ആളിനെ സഹായിക്കുക, സ്നേഹിക്കുക, ഉപകാരം ചെയ്യുക, ചിരിക്കുക, ഇതെല്ലാം ഗുഡ് വാല്യൂസാണ്. പിന്നെ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ലെറ്റ് us all become a TQP, total quality people, from today. Let us make 2025 a great year, having maximum changes in our life. Wish you all the best. Wish you, your family and your friends, everybody, a happy day. Thank you.